ആൺകുട്ടികൾ പഠനത്തിൽ പിറകിലോട്ട് പോകുന്നത് എന്തുകൊണ്ട്? അതിന്റെ പരിഹാരം എന്താണ്? ഹായ്, ഐ എം റസ്തം. ഐ ഷെയർ മൈ പാരന്റിങ് ജേർണി ഹിയർ. ഒരിക്കൽ ഒരു കേരളത്തിലെ പ്രമുഖമായ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അവിടുത്തെ പ്രിൻസിപ്പളുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്: എന്തുകൊണ്ടാണ് ആൺകുട്ടികൾ പഠനത്തിൽ പിറകിലോട്ട് പോകുന്നത് പെൺകുട്ടികളെ അപേക്ഷിച്ച്? എനിക്ക് ഭയങ്കര അത്ഭുതം. എനിക്ക് ആ ചോദ്യം തന്നെ ശരിയാണോ എന്ന് സംശയം തോന്നി. കുട്ടികൾ ഒരു 4-5 ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 5 ക്ലാസ് തൊട്ടാണ് അവർ പഠിക്കാൻ വേണ്ടി വായിക്കുന്നത്. അതുവരെയും 4ാം ക്ലാസ് വരെയും ഒക്കെ കുട്ടികൾ വായിക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും വായിക്കാൻ പഠിക്കുന്ന രണ്ടുപേരുടെയും തലച്ചോറിൽ, അല്ലെങ്കിൽ മനുഷ്യർ വായിക്കുന്നത് തന്നെ അവരുടെ തലച്ചോറിന്റെ ഒരുപാട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ്. നമ്മൾക്ക് ഒരു വാക്ക് കണ്ടാൽ ആ വാക്കിന്റെ സ്വരം എന്താണെന്ന് മനസ്സിലാവണം, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവണം, ആ സെന്റൻസിൽ അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവണം. ഇങ്ങനെ മൾട്ടിപ്പിൾ വാക്കുകൾ ചേർത്ത് വെച്ചൊരു സെന്റൻസ് വായിച്ച് മനസ്സിലാക്കണം. ഇതിന് നമ്മുടെ തലച്ചോറിന്റെ ഒരുപാട് ഭാഗങ്ങളുടെ പ്രവർത്തനം ആവശ്യമാണ്. കുട്ടികളെല്ലാം തന്നെ ഈ ഭാഗങ്ങൾ ഡെവലപ്ഡ് ആണെങ്കിൽ പോലും അവർക്ക് ഈ ഭാഗങ്ങളെല്ലാം തന്നെ തലച്ചോറിന്റെ വ്യത്യസ്ത കോണറുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ആ കോർഡിനേഷനും ഇന്റഗ്രേഷനും ഡെവലപ്പ് ചെയ്യുന്നത് 5നും 7നും ഇടയ്ക്കാണ് എന്നാണ് ന്യൂറോളജിസ്റ്റായ നോർമാൻ ഷെൽവിൻഡ് നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്. അതായത് 5 വയസ്സിനും 7 വയസ്സിനുമാണ് ഒരു കുട്ടി വായിക്കാൻ വേണ്ടി അവരുടെ തലച്ചോറ് പാകമായി തീരുന്നത് എന്ന്. ഈ രൂപത്തിൽ വായനയ്ക്ക് പാകമാകാത്തൊരു തലച്ചോറിനെ നമ്മൾ നേരത്തെ വായിക്കാൻ പ്രേരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നാൽ ആ തലച്ചോറുകൾ അതിന് കഴിവില്ലാതെ കുട്ടി വായനയെ വെറുക്കാൻ ആരംഭിക്കും. ഇവിടെ വായനയിൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കുറച്ച് വർഷങ്ങൾ പെൺകുട്ടികൾക്ക് ഏർലിയാണ് വായിക്കാനുള്ള ഈ കോർഡിനേഷൻ, അവിടെ മൈലിനേഷൻ ഷീറ്റ്സ് സംഭവിക്കുന്നതെന്ന് നോർമാൻ തന്നെ പറഞ്ഞു വെക്കുന്നു. ഇത് പിന്നീട് മരിയാന വൂൾഫിന്റെ ഒരു വ്യത്യസ്ത ഇൻഡിപെൻഡന്റ് സ്റ്റഡി അവരുടെ ടീം ആൺകുട്ടികളിലും പെൺകുട്ടികളുടെയും വായന പരിശോധിപ്പിച്ചപ്പോൾ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് 2 കൊല്ലത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ കുറച്ച് നേരത്തെ അവരുടെ ബ്രെയിനിന്റെ ഈ അഡ്വാൻറ്റേജ് കാരണം വായിക്കാൻ പഠിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. ഇവിടുത്തെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൽ 100 കിലോ ഭാരം തൂക്കാൻ കഴിയുന്ന ഒരു കുട്ടിയുണ്ട്, അവിടെ 30 കിലോ ഭാരം തൂക്കാൻ കഴിവുള്ള ഒരു കുട്ടിയുണ്ട്. നമ്മൾ 2 കുട്ടിക്കും 100 കിലോ ഭാരം കയ്യിൽ കൊടുത്തിട്ട് ഒരു കുട്ടി വീണ് കൈയൊടിയുന്നു. ആ കൈയൊടിഞ്ഞ കുട്ടിയെ ചികിത്സിക്കുന്നില്ല. നമ്മൾ ആ കുട്ടിയോട് അപ്പോഴും പറയുന്നത്, ദാ കണ്ടോ ഇവരൊക്കെ 100 കിലോ ഭാരം ചുമക്കുന്നതെന്ന്. വളരെ ദുഃഖകരമായി ഈ 30 കിലോ ചുമക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ തലച്ചോറ് വായിക്കാൻ പാകമാകാത്ത കുട്ടികൾ ആൺകുട്ടികളായി മാറുന്നു. അപ്പം ഇത് അവരുടെ പിന്നീട് നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ അവർ 5ാം ക്ലാസ് തൊട്ട് വായിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം അവർക്ക് മറ്റ് വിഷയങ്ങൾ പഠിക്കാനോ അവിടെ മുന്നേറാനോ കഴിയാതെ പോകുന്നു. ഇവിടെ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് കുട്ടികളെ കുറച്ച് ഏറ്റവും നേരത്തെ പഠിപ്പിക്കാമോ അത്രയും നല്ലത് എന്ന് കരുതുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അവിടെയാണ് ഡേവിഡ് എൻ കൈൻഡിന്റെ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് ഹറീഡ് ചൈൽഡ് എന്നാണ്. ആ പേരിൽ തന്നെ അർത്ഥമുണ്ട്. കുട്ടികളെ ഇങ്ങനെ നേരത്തെ ആക്കി കഴിഞ്ഞാൽ അത് കുട്ടികളിൽ വരുത്തുന്ന അപകടമാണ്. 100 കിലോയും 30 കിലോയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ? ഇതേപോലൊരു പ്രശ്നമാണ് വായനയിൽ ഒരു കുട്ടിയുടെ തലച്ചോറിനോട് നമ്മൾ ചെയ്യുന്നത്. ആ തലച്ചോറിന്റെ കൈയും കാലും നമ്മൾ ഒടിച്ചിട്ട് അത് പിന്നീട് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇവിടെ കാണുന്നത്. എങ്ങനെ നമ്മളുടെ ആൺകുട്ടികളെ നമ്മൾക്ക് പൊക്കിക്കൊണ്ടുവരാൻ കഴിയും? ഇത് ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണ്. കുട്ടിയെ വളരെ ലേറ്റായി വായിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അതായത് 5 വയസ്സ് കഴിഞ്ഞിട്ട് വായിക്കാൻ പഠിപ്പിക്കുക. അതായത് അവരുടെ ബ്രെയിൻ ആ വയസ്സിലാണ് വായിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ആ വയസ്സിൽ അവരുടെ തലച്ചോറിന് വായിക്കാൻ കൊടുക്കുക. തയ്യാറാകുന്നതിന് മുമ്പ് ആ തലച്ചോറിലേക്ക് വായിക്കാൻ ആവശ്യപ്പെട്ട് അതിനെ ശ്വാസം മുട്ടിക്കുന്നതിനപ്പുറം വായിക്കാൻ ആ കുട്ടിക്ക് തയ്യാറായി നിൽക്കുന്ന ബ്രെയിൻ ഉള്ളൊരു കുട്ടിയെ വായിക്കാൻ കൊടുക്കുമ്പോൾ നല്ല പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു. പക്ഷെ എൻ്റെ വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ നടന്നൊരു സംഭവം വെച്ച് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂല. ഇവിടെയാണ് നമ്മൾ മറ്റ് തെളിവുകൾ ഈ വിഷയത്തിൽ എടുക്കേണ്ടതുണ്ട്. ഒരു യൂറോപ്യൻ റിസർച്ചറായ ഗോസ്വാമി അവര് യൂറോപ്യൻ ഭാഷകൾ, വ്യത്യസ്ത യൂറോപ്യൻ ഭാഷകളിൽ കുട്ടികളെ ഏർലി ആയും ഭാഷ പഠിപ്പിക്കുകയും ലേറ്റ് ആയും ഭാഷ പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളെ തിരിച്ചു. എന്നിട്ട് ഇവരുടെ പിന്നീടുള്ള അക്കാഡമിക് മികവ് നോക്കിയപ്പോൾ 5നും 7നും വയസ്സിൽ ഭാഷ അല്ലെങ്കിൽ വായന ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടികളിൽ വളരെ ഹയർ പെർഫോമൻസ് ഉണ്ടായി.
അതേസമയം അതിന് താഴെ ഇൻട്രൊഡ്യൂസ് 3-ലും 2 വയസ്സ് 2.5 വയസ്സിലും 3 വയസ്സിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത കുട്ടികളിൽ അക്കാഡമിക് പെർഫോമൻസ് താഴെ പോയതായി കാണാൻ കഴിയുന്നു. ഇവിടെ അതിനർത്ഥം ഇതിന് താഴെ കുട്ടികളെ പഠിപ്പിക്കരുത് എന്നുള്ളതല്ല, വായന പഠിപ്പിക്കരുത് എന്നുള്ളതാണ്. വായിക്കാൻ വേണ്ടി അവരുടെ ഓഡിറ്ററി എബിലിറ്റീസ്, കാരണം ഇത്തരം എബിലിറ്റീസ് ഇൻഡിപെൻഡന്റ്ലി ഡെവലപ്ഡ് ആണല്ലോ, അതിന് അവർക്ക് കൂടുതൽ വായിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് അവർ കൂടുതൽ ഭാഷയുമായി പരിചിതമാവാം, അവരുമായി ഒരുപാട് സംസാരിക്കാം, പാട്ട് പഠിപ്പിക്കാം, പാട്ട് പാടിപ്പിക്കാം, അവരെ കൊണ്ട് കഥകൾ പറയാം, അവരെ കൊണ്ട് കഥകൾ പറയിപ്പിക്കാം. ഇങ്ങനെ 5-നും 7-നും ഇടയിൽ ആ കുട്ടികൾക്ക് വായിക്കാൻ തയ്യാറാവുമ്പോൾ അവർക്ക് നിങ്ങൾ വായന നൽകൂ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ എങ്ങനെ നമ്മുടെ ആൺകുട്ടികളെ രക്ഷിക്കണമെന്നുള്ള തെളിവുകളുണ്ട്. ഇനി തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്.